ഹലോ ഗായ്സ്, അപ്പോൾ വിഷു തലേന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കണിയെടുക്കാൻ വേണ്ടിയുള്ളത് കേട്ടോ. ഇപ്പോൾ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ കൃഷ്ണനിടാൻ വേണ്ടി തുളസിക്കത് മാല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊന്നച്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ അറിയാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എന്നാലും കുറച്ച് മഞ്ചാടിക്കുരു, അതുപോലെ ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്നതിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ വെക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞി കൃഷ്ണനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് കിട്ടിയതാട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ ഈയിടെ വാങ്ങിയതാട്ടോ ഈ കൃഷ്ണൻ്റെ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വിഗ്രഹം കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ നോട്ടും ചില്ലറൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ നമ്മൾ വിളക്ക് എത്തിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്കിനി ചെയ്യാൻ വേണ്ടി. നമ്മൾ രാത്രി കുറേ സ്ഥലത്തൊക്കെ അരഞ്ഞ് നടന്നിട്ടാട്ടോ. വാൽക്കണ്ണാടി ഒന്നും കിട്ടാത്തതുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും അവസാനത്തെ ഈ ഒരു അടിപൊളി ലുക്ക് രാവിലെ കണ്ടപ്പോഴത്തേക്ക് മനസ്സ് നല്ലോണം നിറഞ്ഞു. കൃഷ്ണൻ്റെ മുഖത്ത് ആ ഹാപ്പിനെസ് ഉണ്ട്, ഒരുങ്ങി സുന്ദരനായിട്ടിരിക്കുവാണല്ലോ. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് രാവിലെ കണിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ ഇനിയാണ് മേക്കപ്പ് പരിപാടികൾ. അപ്പം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സെറ്റാവണമല്ലോ, ഇനി ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് സാരിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കേട്ടോ സാരി എടുത്തത്. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് എൻ്റെ ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ മമ്മിയുടെയും അമ്മയുടെയും കഷ്ടപ്പാടാട്ടോ രാവിലെ എണീറ്റ് അവരെല്ലാം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. ചോറ്, അവിയൽ, പിന്നെ സാമ്പാർ, അച്ചാർ, പപ്പടം, പാവയ്ക്കത്തോരൻ, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇരുന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നോൺ വെജ് ആയിട്ട് ബീഫ് ഫ്രൈയും അതുപോലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലയിടത്ത് സദ്യയുടെ കൂട്ടത്തിൽ നോൺ വെജ് വെക്കാറില്ല വിഷുവിന്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വയറ് നിറഞ്ഞിട്ട് എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് കുറച്ച് മോരൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചോറുണ്ട് തീർക്കുവാണ് പായസം കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അമ്മ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ വിഷു അപ്പോൾ അതുകൊണ്ട് അമ്മ ഭയങ്കര എന്താ പറയുക ഇതെല്ലാം കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് മടുത്ത് വന്നല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ലപോലെ കഴിക്കുന്നുണ്ട് ആൾ. അപ്പോൾ എന്നെ യൂട്യൂബിലിടലെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും യൂട്യൂബിലിടും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം അടപ്രഥമൻ പായസമായിരുന്നു. കുറച്ച് പപ്പടവും പഴവും ഒക്കെ കൂട്ടി നല്ല ചൂട് പായസമായിരുന്നു കേട്ടോ. അങ്ങ് കുഴച്ച് കഴിക്കണം. അയ്യോ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുമല്ലായിരുന്നു കേട്ടോ, ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവർക്കും സദ്യയൊക്കെ ഇഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും നല്ല വിശ്വാസമെന്ന് വിചാരിക്കുന്നു. ബൈ ഗായ്സ്.